ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റീവാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴം നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയിട്ട് അതുമ്മൽ ഓൾന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ഇനി നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുമ്പോഴേക്ക് നമുക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. മുന്തിരി പെട്ടെന്ന് കറുത്തു പോവും. മുന്തിരിയും കൂടി ഒന്ന് ജസ്റ്റ് കളറ് മാറി വരുമ്പോഴേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. ഞാനൊരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും കൂടി നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ ജസ്റ്റ് ഒന്ന് വറവായതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. തേങ്ങേൻ്റെ ചെറിയൊരു മധുരം ഉണ്ടാവും, പഴത്തിൻ്റെ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പം മധുരം എക്സ്ട്രാ വേണമെന്നുള്ളവർ മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പഞ്ചസാരയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫില്ലിങ് കവർ ചെയ്യാനുള്ളൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. മൈദയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ളൊരു മാവ് ഉണ്ടാക്കിയെടുക്കണം. മൈദയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ അളവിനനുസരിച്ച് ഇരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 പഴമാണ് എടുത്തിട്ടുള്ളത്, അതിലേക്കുള്ള അളവാണ് ഞാൻ ഈ പറയുന്നത്. അതേപോലെ തന്നെ വെള്ളം ഒന്നായിട്ട് അങ്ങോട്ട് ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ടുള്ളൊരു മാവാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ലൂസായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടി വരില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവില്ല. അപ്പോൾ നല്ല കട്ടിയുള്ള മാവാണ് വേണ്ടത്. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴത്തിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറക്കാം. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് കിട്ടിയ പഴം കുറച്ച് പഴുപ്പ് ഏറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പഴുക്കാത്തൊരു പഴമാണ് നമുക്കിതിന് വേണ്ടത്. ഇനി പഴത്തിൻ്റെ തൊലി കളയുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ നടുവിൽ കത്തി കൊണ്ട് ഇങ്ങനെ കീറി കൊടുക്കണം. തൊലി കളയുന്നതിൻ്റെ മുന്നേ എന്ന് പറഞ്ഞാൽ തൊലി കളഞ്ഞാൽ നമുക്ക് പിടിച്ചിട്ട് ഈ ഫില്ലിങ് അതിൻ്റെ ഉള്ളിലേക്ക് നിറക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് തൊലി കളയുന്നതിൻ്റെ മുന്നേ തന്നെ ഫില്ലിങ് നിറക്കുന്നത്. കീറി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു സൈഡ് മാത്രം കീറിയാൽ മതി, അപ്പുറത്തെ സൈഡിക്ക് കീറലാവാതെ നോക്കണം. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പഴം 2 പീസായി വരും. അങ്ങനെ ആവാതെ ശ്രദ്ധിക്കണം. സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എന്തും കൊണ്ടെല്ലാം ഫില്ലിങ് ഇങ്ങനെ നിറച്ച് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം, അല്ലാന്നുണ്ടെങ്കിൽ മാവ് ഒട്ടിച്ചിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന ടൈമിൽ ഇതെല്ലാം കൂടെ
ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും ഷെയർ ചെയ്യും വേണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.